സിനിമാ ലോകവും പ്രേക്ഷകരും എമ്പുരാനെക്കുറിച്ചുള്ള ചർച്ചകളിലാണിപ്പോൾ. മാർച്ച് 27-നായിരുന്നു ചിത്രം തിയേറ്ററുകളിലേക്കെത്തിയത്. പ്രഖ്യാപനം മുതൽ വാർത്തകളിൽ ഇടം നേടിയ ചിത്രമായിരുന്നു എമ്പുരാൻ. ലൂസിഫർ ഇറങ്ങിയ സമയത്ത് തന്നെ അടുത്ത ഭാഗമായി എമ്പുരാൻ എത്തുമെന്ന് പൃഥ്വിരാജും സംഘവും ഉറപ്പു തന്നിരുന്നു. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എമ്പുരാൻ വിജയകരമായി മുന്നേറുകയാണ്. ലൂസിഫർ അവശേഷിപ്പിച്ച ചോദ്യങ്ങൾക്കെല്ലാം എമ്പുരാനിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് പൃഥ്വി. റിലീസിന് മുന്നോടിയായി സിനിമയിലെ കഥാപാത്രങ്ങളെയെല്ലാം പരിചയപ്പെടുത്തിയിരുന്നു അദ്ദേഹം. മഞ്ജു വാര്യർ അവതരിപ്പിച്ച പ്രിയദർശിനിയെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ കുറച്ചുകൂടെ പ്രാധാന്യമുള്ള വേഷമാണ്, ആസ്വദിച്ചാണ് എല്ലാം ചെയ്തതെന്ന് മഞ്ജു പറഞ്ഞിരുന്നു. മഞ്ജു അസാധ്യ പ്രകടനം എന്നായിരുന്നു ചിത്രം കണ്ടവരെല്ലാം പറഞ്ഞത്. ഡയലോഗായാലും പെർഫോമൻസ് ആയാലും മഞ്ജു വാര്യർ മികച്ചത് എന്നായിരുന്നു ചിത്രം കണ്ടവരെല്ലാം പറഞ്ഞത്. അന്ന് ജതിൻ രാംദാസിൻ്റെ പ്രസംഗം കേട്ട് കോരിത്തരിച്ച അതേ ഫീലാണ് ഇത്തവണ പ്രിയദർശനിൽ നിന്നും കിട്ടിയത്. മഞ്ജു വാര്യർ എന്ന അഭിനേത്രിയെ കൃത്യമായി തന്നെ പൃഥ്വി വിനിയോഗിച്ചിട്ടുണ്ട് എന്നായിരുന്നു ആരാധകരെല്ലാം പറഞ്ഞത്. സിനിമയെക്കുറിച്ചും തന്നെക്കുറിച്ചുമുള്ള നല്ല പ്രതികരണങ്ങളിലെല്ലാം മഞ്ജു ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് താരം വിശേഷങ്ങൾ പങ്കിടുന്നത്. കാലങ്ങൾക്ക് ശേഷമാണ് മഞ്ജുവിനെ ഇങ്ങനെ കാണാനാകുന്നത്. ഞങ്ങൾ കാണാനാഗ്രഹിച്ച മഞ്ജു ഇതാണ്. എന്തായാലും പ്രതീക്ഷ നിലനിർത്തി. ലുക്കിലും അഭിനയത്തിലും ഒരുപാട് മാറ്റങ്ങൾ. ലൂസിഫറിൽ നിന്നും എമ്പുരാനിലേക്ക് എത്തിയപ്പോൾ പ്രിയദർശിനി ബോൾഡായി. അച്ഛനെക്കുറിച്ച് പറഞ്ഞതും പരിപാടിയിൽ പ്രസംഗിച്ചതുമെല്ലാം മികച്ച് തന്നെ എന്നായിരുന്നു ആരാധകർ പറഞ്ഞത്. മോഹൻലാലിനൊപ്പമുള്ള കോമ്പിനേഷൻ സീനും മികച്ചതാണ്. പൃഥ്വിയും മോഹൻലാലും ഇത്തവണ കയ്യടി നേടി. ജതിൻ രാംദാസും മികച്ച പ്രകടനമായിരുന്നുവെന്നും ആരാധകർ അഭിപ്രായപ്പെട്ടിരുന്നു. കരിയറിലെ തന്നെ പ്രധാനപ്പെട്ട കഥാപാത്രമായി പ്രിയദർശിനി മാറിയെന്ന് നേരത്തെ മഞ്ജു പറഞ്ഞിരുന്നു. ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ കഥാപാത്രമാണ് പ്രിയദർശിനി എന്ന് നിസ്സംശയം പറയാം. അതിൽ നന്ദി പറയാനുള്ളത് പൃഥ്വിരാജിനോടാണ്. ലാലേട്ടനൊപ്പം അഭിനയിച്ചപ്പോഴെല്ലാം പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടറെക്കുറിച്ച് പറയുമ്പോൾ ലാലേട്ടനൊപ്പം അഭിനയിച്ചപ്പോഴുള്ള പേരുകളാണ് എല്ലാവരും പറയാറുള്ളത്. അങ്ങേയറ്റം ആസ്വദിച്ച് തന്നെയാണ് ഞാൻ എമ്പുരാനിൽ അഭിനയിച്ചത്. രാജുവിനോടൊപ്പം വർക്ക് ചെയ്യുന്നത് നല്ല കംഫർട്ടാണ്. എന്ത് വേണ്ട എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട് അദ്ദേഹത്തിന്. ഒരു സംവിധായകന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യമാണത്. അങ്ങനെയുള്ളൊരു സംവിധായകനൊപ്പം ജോലി ചെയ്യുന്നത് സന്തോഷകരമായ കാര്യമാണ്. വീണ്ടും രാജുവിനൊപ്പം ജോലി ചെയ്യാനായത് മറക്കാനാവാത്ത അനുഭവമാണെന്നും മഞ്ജു പറഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.